മൈക്രോ കൺട്രോളർ ഹയർ ബിറ്റ് 1 സെൻഡ് ചെയ്യുമ്പോൾ RS-232 അതിനെ കൺവേർട്ട് ചെയ്യുന്നത് -15 വോൾട്ട് ആയിരിക്കും. സോ ഹയർ ബിറ്റ് ആകുമ്പോൾ -15 വോൾട്ടും ലോവർ ബിറ്റ് ആകുമ്പോൾ +15 വോൾട്ട് ആയിരിക്കും RS-232യുടെ ഔട്ട്പുട്ട് പിൻസിൽ അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത്. സോ അർലിയർ ഇതിൽ -25 ടു +25 വരെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ പീക്ക് ടു പീക്ക് വോൾട്ടേജ് 50 വോൾട്ടേജ് ആയിരിക്കും അവൈലബിൾ. ഇപ്പോൾ അത് കുറച്ച് റെഡ്യൂസ് ആയിട്ട് നോർമലി അല്ല യൂസ് ചെയ്യുന്നത് 15 +15 ടു -15 വോൾട്ടേജാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് പറയുന്നത് 25 വോൾട്ടേജ് തന്നെയാണ്. ബട്ട് ചില കേസ് മാത്രമാണ് +15 ടു -15 വരെ യൂസ് ചെയ്യുന്നത്. സോ RS-232 അതിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് DB25 ആകുമ്പോൾ അതിൻ്റെ ഫിഗർ വരയ്ക്കണം. അതേമാതിരി DB9 വരുമ്പോൾ ആ ഫിഗറും അതിൻ്റെ പിന്നെ നമ്പേഴ്സും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും എഴുതണം. പിന്നെ കൂടുതൽ ചോദിച്ചാൽ ഈ ഫിഗറും RS-232 പിന്നെ മാക്സ് ICയും പിന്നെ മൈക്രോ കൺട്രോളറും ഇത് വെച്ചിട്ടാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർഫേസിങ് ചിപ്പാണ്. ആക്ച്വലി നമ്മുടെ മൈക്രോ കൺട്രോളർ ഒരു 8 ബിറ്റ് മൈക്രോ കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫങ്ഷൻസിൻ്റെ കപ്പാസിറ്റി കൂട്ടാനാണ് നമ്മൾ ഇൻ്റർഫേസിങ് ചിപ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 8051 പറയുമ്പോൾ അതിൽ 4 പോർട്ടാണ് അവൈലബിൾ. പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 അങ്ങനെ 4 പോർട്ട്സാണ് അവൈലബിൾ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അഡ്രസ് ബസ്സായിട്ട് അതേ പോർട്ടാണ് യൂസ് ചെയ്യണം. അതേ റീഡ് റൈറ്റ് ട്രാൻസ്മിഷൻ ആ കാര്യത്തിലെയും നമുക്ക് സെയിം പോർട്ട് തന്നെ യൂസ് ചെയ്യണം. അതിൽ ഡെഡിക്കേറ്റഡ് പോർട്ടായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഒരേ ഒരു പോർട്ടാണ്, അത് പോർട്ട് 0 ആണ്. ഡെഡിക്കേറ്റഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോർട്ട്. സോ നമ്പർ ഓഫ് പോർട്ട് ഇൻക്രീസ് ചെയ്യാനും 8051 ഫങ്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർഫേസിങ് ചിപ്സാണ് യൂസ് ചെയ്യുന്നത്. സോ സെയിം ചിപ്പാണ് നമുക്ക് മൈക്രോ പ്രോസസ്സർ ചിപ്പിനെയും നമുക്ക് യൂസ് ചെയ്യാം. സോ അതിന് യൂസ് ചെയ്യുന്ന ചിപ്പാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ എന്തിനാണിത് യൂസ് ചെയ്യാൻ വെച്ചാൽ ഈ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നത് ഡിജിറ്റലാണ്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ അനലോഗ് ഇൻ നേച്ചർ. പിന്നെ മൈക്രോ കൺട്രോളർ ഔട്ട്പുട്ട്സ് വെരി ലോ പവർ ലെവൽ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് റിക്വയർ കമ്പാരിറ്റീവ്ലി ലാർജ് പവർ. സോ ഇതിനൊക്കെ കൺവേർട്ട് ചെയ്യാനാണ് നമുക്ക് ഇപ്പോൾ അനലോഗ് ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ ഡിജിറ്റൽ ഡാറ്റ കൺവേർട്ട് ചെയ്യാനും അതേമാതിരി ഔട്ട്പുട്ട് ഡാറ്റ ലാർജ് പവർ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് സ്ട്രെങ്ത് കൂട്ടാനും ഇതൊക്കെയാണ് നമ്മൾ ഇൻ്റർഫേസിങ് ചിപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിൽ മെയിൻലി യൂസ് ചെയ്യുന്ന ചിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ്. അത് 8155, 8255. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് 8255 ആണ്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഇൻ്റർഫേസിങ് ചിപ്പായ 8255 PPI പറയുമ്പോൾ പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ്. നെക്സ്റ്റ് നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി 8251 USART യൂണിവേഴ്സൽ സിങ്ക്രണസ് അസിങ്ക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാം 8251 യൂസ് ചെയ്യാം. മെമ്മറി കൺട്രോളർ DMA മെമ്മറി ആക്സസിനൊക്കെ നമുക്ക് 8257, 8237 IC ഒക്കെ യൂസ് ചെയ്യാം. സോ 8255, 8251, 8237 ഇതൊക്കെയാണ് നമ്മൾ ഇൻ്റർഫേസിങ്ങിന് യൂസ് ചെയ്യുന്ന ICs. പിന്നെ കൂടുതൽ ടൈമേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് 8253, 8254 സീരീസുള്ള IC യൂസ് ചെയ്യാം. പ്രോഗ്രാമബിൾ ഇൻറ്ററപ്റ്റ് കൂടുതൽ ആവശ്യം കൺട്രോളേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ 8259 IC യൂസ് ചെയ്യാം. കീബോർഡ് ഡിസ്പ്ലേ അതിനൊക്കെ വേണ്ടിയിട്ട് 8279 യൂസ് ചെയ്യാം. പിന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ അല്ലെങ്കിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സിന് ICs യൂസ് ചെയ്യാം. മോഡേൺ മൈക്രോ കൺട്രോളേഴ്സ് അതിൻ്റെ ഇൻസൈഡ് തന്നെ ഈ AD/DA കൺവേർട്ടേഴ്സ് അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8255 പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് IC ആണ്. ഈ ICയുടെ ബ്ലോക്ക് ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ICയും ഒരു 40 പിൻ IC ആണ്. ഡ്യുവൽ ഇൻ പിന്നാണ് വരുന്നത്, 2028 ആണ്. സോ ഇതിൽ
ഈ പിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ 4 പോർട്ട് കിട്ടും. ഗ്രൂപ്പ് എ കൺട്രോൾ ചെയ്യുന്ന ഗ്രൂപ്പ് എ പോർട്ട്, അതിൽ പോർട്ട് എ, അതിൽ പോർട്ട് സി അപ്പർ, പിന്നെ ഗ്രൂപ്പ് ബി കൺട്രോളർ, അതിൻ്റെ ഭാഗത്ത് പോർട്ട് ബിയും പോർട്ട് സി ലോവറും. ആക്ച്വലി അതിൽ പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി 3 പോർട്ടാണ് അവൈലബിൾ. ആ പോർട്ട് സി അതിനെ എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടാണുള്ളത്. പോർട്ട് സിനെ 4 ബിറ്റായിട്ട് 2 ഡിവൈഡ് ചെയ്തിട്ടാണ്. അങ്ങനെയാണ് ടോട്ടൽ 4 പോർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കമ്പൈനായിട്ട് പോർട്ട് സിയെ കമ്പൈൻ ലോവർ അപ്പർ പറഞ്ഞിട്ട് ഒരു പോർട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പോർട്ട് സിയെ ഡബിളായിട്ടും 4 ബിറ്റായിട്ടും യൂസ് ചെയ്യാം. സോ പോർട്ട് ചെയ്യാൻ പറയുന്നത് PA0 to PA7 വരെ. പോർട്ട് ബി പറയുന്നത് PB0 to PB7 വരെ 8 ബിറ്റാണ്. അതേമാതിരി പോർട്ട് സി അപ്പർ പാർട്ട് പറയുമ്പോൾ PC4 to PC7, ലോവർ പറയുമ്പോൾ LSB സൈഡാണ് PC0 to PC3. അങ്ങനെ 4 പോർട്ടാണ് ഇതിന് അവൈലബിൾ. ആ പോർട്ടിനെയും 2 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോർട്ട് എയും പോർട്ട് സി അപ്പർ പാർട്ടും അതും കൺട്രോൾ ചെയ്യുന്നത് ഗ്രൂപ്പ് എ ആണ്. പോർട്ട് ബിയും പോർട്ട് സിയുടെ ലോവർ പാർട്ട് 4 ബിറ്റ് പോർട്ടിനെയും കൺട്രോൾ ചെയ്യുന്നത് ഗ്രൂപ്പ് ബി ആണ്. ഇനി ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ വേർഡ് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്, ഈ ICയെ കൺട്രോൾ ചെയ്യാനാണ് ഈ ബാക്കി ഡാറ്റാസ് എല്ലാം ആവശ്യമാണ്. എഗെയിൻ ഡാറ്റ ബസ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും റീഡ് റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് പോർട്ട് എയിൽ ഒരു റൈറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഡാറ്റ ബസ് അതിന് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഈ റീഡ് റൈറ്റ് A0 A1 റീസെറ്റ് CS. ഈ CS പറയുന്നത് ഇവിടെ ചിപ്പ് സെറ്റാണ്. ചിപ്പ് സെറ്റ് പറയുമ്പോൾ ചിപ്പ് സെറ്റ് ലോ ആണെങ്കിൽ മാത്രമേ നമ്മുടെ 8255 ഇൻ്റർഫേസിങ് IC ആക്റ്റീവ് ആവും. ഈ CS ചിപ്പ് സെറ്റ് 1 ആകുമ്പോൾ നമ്മുടെ 8255 IC ഡിസേബിൾ ആണ്, അപ്പോൾ അത് യൂസ് ചെയ്യില്ല. സോ ഈ ചിപ്പ് സെറ്റ് എപ്പോൾ ലോ ഉണ്ടോ അപ്പോഴാണ് നമുക്ക് ഈ 8255 എനേബിൾ ആവും. ഈ പോർട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഏത് പോർട്ടാണ് ഏത് രീതിയിലാണ് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക, അതിനാണ് ഈ A0ഉം A1ഉം നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. 8255 ICയുടെ ബ്ലോക്ക് ഡയഗ്രാം 8 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ 4 പോർട്ട് ഉണ്ട്. ആ 4 പോർട്ടും 2 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യണം. ആ 2 ഗ്രൂപ്പിലേക്കും നമ്മുടെ ഈ കൺട്രോൾ ബോക്സ് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക് കണക്ട് ചെയ്യണം. പിന്നെ ഡാറ്റ ബസ് ബഫർ കണക്ട് ചെയ്യണം. സോ ഇവിടെ എഗെയിൻ ഇത് അതിന് ഫീച്ചേഴ്സ് പറഞ്ഞിരിക്കുന്നത് അതിന് സെയിം ആണ്. പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി. പോർട്ട് സിയെ എഗെയിൻ ഡിവൈഡഡ് ടു 2 പോർട്ട്. അങ്ങനെ ടോട്ടൽ 4 പോർട്ടാണ് നമ്മുടെ 805 മൈക്രോ കൺട്രോളിന് എഡിഷനായിട്ട് ഈ IC യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒരു 8 ബിറ്റ് ഇൻറ്റർണൽ രജിസ്റ്റർ ഉണ്ട്. അത് ഇതിനെ കൺട്രോൾ വേർഡ് കൺട്രോൾ ചെയ്യാൻ ഈ 8255 ICയെ കൺട്രോൾ ചെയ്യാനാണ് നമുക്കൊരു രജിസ്റ്റേഴ്സ് ഉണ്ട്. സോ ബാക്കി സിഗ്നൽസ് ആയ റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, ചിപ്പ് സെലക്ട്, റീസെറ്റ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ സിഗ്നൽസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് 8255നെ നമുക്ക് നമ്മുടെ മൈക്രോ കൺട്രോളിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യാം. സോ ഇതിൽ റീഡ് കമാൻഡ്, റീഡ് RD. സോ നമുക്ക് കണക്ട് ചെയ്ത ഡിവൈസിൽ നിന്ന് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേമാതിരി ഏത് പോർട്ടിൽ നമുക്ക് റൈറ്റ് ചെയ്യണം ആ പോർട്ട് സെലക്ട് ചെയ്ത് നമുക്ക് റൈറ്റ് ചെയ്യാം. ചിപ്പ് സെലക്ട് ഇത് നമ്മൾ 8255 ആക്റ്റീവ് ആവണം അല്ലെങ്കിൽ ഡിസേബിൾ ആവണം സെലക്ട് ചെയ്യുന്നത് ചിപ്പ് സെലക്ട് കൊണ്ടാണ്. നമുക്ക് എല്ലാ സമയം കൂടുതൽ പോർട്ട് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഈ ചിപ്പ് സെലക്ട് അവിടെ 1 ഹയർ ബിറ്റ് കൊടുത്താൽ നമ്മുടെ 8255 പെരിഫറൽ IC ഇൻ്റർഫേസിങ് IC ഡിസേബിൾ ആവും. അവിടെ ലോവർ സിഗ്നൽ വന്നാൽ മാത്രമേ 8255 ആക്റ്റീവ് ആവും. നമ്മുടെ മൈക്രോ കൺട്രോൾ എഡീഷണലായിട്ട് ഒരു 4 പോർട്ടും അവൈലബിൾ ആവും. പിന്നെ റീസെറ്റ് ബട്ടൺ അത് നമ്മുടെ 8255നെ റീസെറ്റ് ചെയ്യാനാണ്. അതിന് കൺട്രോൾ വേർഡല്ല റീസെറ്റ് ചെയ്യാനാണ് റീസെറ്റ് ബട്ടൺ. ഇനി ഇവിടെ A1 A0 പറയുന്ന 2 പിന്നുണ്ട്. ആ പിന്നിൽ നമ്മൾ 00 അത് കൺട്രോൾ വേർഡിലാണ് കൊടുക്കുന്നത്. ആ കൺട്രോൾ വേർഡ് 8 ബിറ്റ് ഡാറ്റ ആണ്. ആ 8 ബിറ്റ് ഡാറ്റയിൽ A1ഉം A0 കൊടുത്താൽ നമുക്ക് 8255 ആ ICയുടെ പോർട്ട് A സെലക്ട് ചെയ്യാം. അതേമാതിരി 01 കൊടുത്താൽ പോർട്ട് B ആണ് സെലക്ട് ചെയ്യുന്നത്. 10 കൊടുത്താൽ പോർട്ട് C ആണ് സെലക്ട് ആവുന്നത്. 11 പറയുമ്പോൾ അത് കൺട്രോൾ വേർഡ് റീഡ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഇതിൽ മോഡ്സ് ഉണ്ട്. മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് 8255 ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് യൂസ് ചെയ്യാം. രണ്ടാമത്തത് ബിറ്റ് സെറ്റ് റീസെറ്റ്. ഈ ബിറ്റ് സെറ്റ് റീസെറ്റിന് യൂസ് ചെയ്യുന്നത് പോർട്ട് സി ആണ്. അത് വീണ്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡായിട്ട് നമുക്ക് 8255 യൂസ് ചെയ്യാം. ഇപ്പോൾ മോഡ് 0 എന്ന് പറയുമ്പോൾ ഈ 3 പോർട്ടും എ ബി സി നമുക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിലും സി എ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 4 ബിറ്റായിട്ട് രണ്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യുക. സോ ടോട്ടൽ 4 പോർട്ടായിട്ട് നമുക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് മോഡ് 0 യൂസ് ചെയ്യാം. കാരണം മോഡ് 0, മോഡ് 1, മോഡ് 2 അങ്ങനെ 3 മോഡാണുള്ളത്. സോ ഈ മോഡ് 0 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ 4 പോർട്ടും ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് PA0 to PA7 അത് പോർട്ട് എ, പിന്നെ PC4 to 7 അത് അപ്പർ പാർട്ടാണ്, PC0 to 3 അത് ലോവർ പാർട്ടാണ്, പിന്നെ PB0 to PB7 അത് പോർട്ട് ബി ആണ്. സോ മോഡ് 0 പറയുമ്പോൾ ഈ 4 പോർട്ടും നമുക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മോഡ് 1 പറയുമ്പോൾ പോർട്ട് എയും പോർട്ട് ബി മാത്രമാണ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ മോഡ് 1 പറയുമ്പോൾ പോർട്ട് എ ആൻഡ് ബി മാത്രമാണ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് ആ 2 പോർട്ടിനെ യൂസ് ചെയ്യുക. പോർട്ട് സിയെ ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ടല്ല യൂസ് ചെയ്യുന്നത്. സോ പോർട്ട് സിനെ നമുക്ക് കൺട്രോൾ സിഗ്നൽ ഫോർ ഹാൻഡ് ഷേക്ക്. ആക്ച്വലി നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആ സെൻഡഡ് ഡാറ്റ കംപ്ലീറ്റഡ് ആയി, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഒരു കൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 10 നമ്പേഴ്സ് ഓഫ് ഡാറ്റ സെൻഡ് ചെയ്യണം. അപ്പോൾ ആ കൗണ്ട് അതിൽ നമുക്ക് പോർട്ട് സിയെ നമുക്ക് യൂസ് ചെയ്യാം. കംപ്ലീറ്റ് ആയോ, അവിടുന്ന് റിസീവർ സിഗ്നൽ കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ലേ, എത്ര കംപ്ലീറ്റ് ആയി, അങ്ങനത്തെ ഡാറ്റ കളക്ഷൻസിനെയും സിഗ്നൽ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ഇൻറ്ററപ്റ്റ് സിഗ്നൽസിനെയും നമുക്ക് പോർട്ട് സിയെ യൂസ് ചെയ്യാം. സോ പോർട്ട് എയും പോർട്ട് ബിയും മാത്രം നമുക്കിവിടെ ഇൻപുട്ട് ഔട്ട്പുട്ടായി യൂസ് ചെയ്യാം. അതിന് കൺട്രോളായിട്ട് നമുക്ക് പോർട്ട് സിയെ യൂസ് ചെയ്യാം. അതാണ് നമ്മുടെ മോഡ് 1. സോ മോഡ് 1 പോർട്ട് എ പോർട്ട് ബി ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യുക. പോർട്ട് സിയെ ഹാൻഡ് ഷേക്കിനാണ് യൂസ് ചെയ്യുക. ഹാൻഡ് ഷേക്ക് പറയുമ്പോൾ ആക്ച്വലി അത് അതിന് ഏത് സ്റ്റാറ്റസിലാണ് ഇപ്പോൾ ഈ ട്രാൻസ്മിഷനോ അല്ലെങ്കിൽ റിസീവിങ്ങോ നടക്കുന്നത്, ആ സ്റ്റാറ്റസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോർട്ട് സിയെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു 1 GB ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൺട്രോൾ വേർഡ് നമ്മൾ പോർട്ട് സിയെ യൂസ് ചെയ്യുക. ഒരു 500 ആയോ 600 ആയോ അങ്ങനെ നമുക്ക് ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ടും നമുക്ക് പോർട്ട് സിയെ യൂസ് ചെയ്യാം. ഇനി മോഡ് 2 എന്ന് പറയുമ്പോഴും ഇവിടെ പോർട്ട് എ നമുക്ക് ബൈ ഡയറക്ഷണൽ പോർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സെയിം ടൈമിൽ സൈമൾട്ടേനിയസ്ലി ഇൻപുട്ട് ഔട്ട്പുട്ട് കപ്പാസിറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേ ടൈമിൽ നമുക്ക് പോർട്ട് സിയെ ഹാൻഡ് ഷേക്ക് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പോർട്ട് ബി ക്യാൻ ബി ഓപ്പറേറ്റഡ് ഐദർ മോഡ് 0 ഓർ മോഡ് 1. അപ്പോൾ മോഡ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിനാണ് ആ ഗ്രൂപ്പ് ഉള്ളത്. മോഡ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോർട്ട് ബിയെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇത് മെയിൻലി നമ്മൾ ഈ മോഡ് 2 ബൈ ഡയറക്ഷണലായിട്ടാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പോർട്ട് എ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പോർട്ട് സി അതിൽ ഹാൻഡ് ഷേക്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ഷേക്ക് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കൺട്രോൾ സ്റ്റാറ്റസ് എങ്ങനെയുണ്ട് അത് നോക്കാനാണ് ഹാൻഡ് ഷേക്ക് ആയിട്ട് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ മാതിരി മോഡ്സ് ഓഫ് ഓപ്പറേഷൻ 8255 2 ടൈപ്പാണ്. ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യുക. രണ്ടാമത്തതാണ് BSR ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് BSR മോഡ്. ഈ BSR മോഡ് നമ്മൾ പോർട്ട് സിനെ മാത്രമാണ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ബിറ്റിന് മാത്രം നമുക്ക് ഓൺ ഓഫ് ചെയ്യാനൊക്കെയാണ് നമ്മൾ BSR മോഡ് യൂസ് ചെയ്യുന്നത്. അതും നമ്മൾ പോർട്ട് സി മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇത് ചില പ്രത്യേക പ്രോഗ്രാംസിലൊക്കെ നമുക്കിത് ആവശ്യമാണ്. പോർട്ട് സിയെ പെർട്ടിക്കുലർ ബിറ്റ് 2 ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ലോവർ പാർട്ടും യൂസ് ചെയ്യാം, ഹയർ പാർട്ടും യൂസ് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ബിറ്റ് ഓൺ ഓഫ് കണ്ടീഷൻസിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ BSR മോഡിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ 8255 IC എങ്ങനെ കൺട്രോൾ ചെയ്യാം. നമുക്ക് നമ്മുടെ ഡിസൈഡ് അനുസരിച്ചിട്ട് ഏത് പോർട്ട് ഏത് മോഡിലാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ
സോ പ്രോഗ്രാമിംഗ് ഓഫ് 8255. സോ കൺട്രോൾ വേർഡ് രജിസ്റ്റർ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതൊന്ന് പ്രോഗ്രാം ചെയ്യുക. ഏത് പോർട്ടാണ് യൂസ് ചെയ്യേണ്ടത്, റീഡ് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുക, ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യുക, അതാണ് അതിൻ്റെ പ്രോഗ്രാമിംഗ്. അപ്പോൾ അതിലൊരു കൺട്രോൾ വേർഡ് നമ്മൾ സെൻഡ് ചെയ്യണം. അതും 8-bit ഡാറ്റയാണ്. അപ്പോൾ അതിൽ മോഡ് സെലക്ഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ മോഡ് സെലക്ഷൻ ഓപ്ഷൻ നമ്മൾ മോഡ് 0 പറയുമ്പോൾ ആ കൺട്രോൾ വേർഡ് D0 to D7, D0, D1, D2, D3, D4, D5, D6, D7. അതിൽ 5th ബിറ്റും 6th ബിറ്റും അതിന് ഡിപ്പെൻഡിലാണ് നമ്മൾ മോഡ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 5th 6th രണ്ടും 0 ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്താൽ അത് മോഡ് 0 ആയിട്ടും, 01 6th ബിറ്റ് 0യും 5th ബിറ്റ് 1 ആകുമ്പോൾ അത് മോഡ് 1 ആണ്. അതേമാതിരി 6th ബിറ്റ് 1, ഇനി 5th ബിറ്റ് 1 ആവട്ടെ 0 ആവട്ടെ നോ പ്രോബ്ലം, 6th ബിറ്റ് 1 ആകുമ്പോൾ അത് മോഡ് 2 ആണ് അതിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ ഈ ഫിഗർ നമുക്ക് ക്ലിയർ ആക്കാണ്. ഇത് കൺട്രോൾ വേർഡ് അതിൻ്റെ 8-bit ഡാറ്റയാണ്. D0, D1, D2, D3, D4, D5, D6, D7. ഈ ഡാറ്റയാണ് നമ്മൾ മൈക്രോ കൺട്രോളറിൻ്റെ പോർട്ടിൽ നിന്ന് നമ്മൾ 8255 ഇൻ്റർഫേസിങ് ചിപ്പിലേക്ക് നമ്മൾ കൺട്രോൾ സിഗ്നൽ കൊടുക്കുന്നത്. സോ അതിൽ 8255 ഏത് രീതിയിൽ വർക്ക് ചെയ്യേണ്ട എല്ലാ സെലക്ഷൻസ് ഈ കൺട്രോൾ വേർഡിലുണ്ട്. സോ നമ്മൾ ആദ്യത്തെ നമ്മൾ ഹയർ ബിറ്റിൽ തുടങ്ങുക. D7 എന്ന് പറയുമ്പോൾ D7 ഹയർ ആണെങ്കിൽ 1 ആണെങ്കിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത് 0 ആണെങ്കിൽ ലോവർ ബിറ്റ് ആണെങ്കിൽ BSR മോഡായിട്ട് നമ്മൾ 8255 ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡായിട്ട് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ BSR മോഡിൽ യൂസ് ചെയ്യണോ പറഞ്ഞിട്ട് D7 ബിറ്റിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് 1 ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട് മോഡും 0 ആണെങ്കിൽ ബിറ്റ് സെറ്റ് റേറ്റ്. അപ്പോൾ പോർട്ട് C മാത്രം കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ നമുക്ക് കിട്ടും. നേരത്തെ ഇപ്പോൾ പറഞ്ഞ D5ഉം D6ഉം മോഡ് സെലക്ഷനാണ് യൂസ് ചെയ്യുന്നത്. D6ഉം D5ഉം 00 ആണെങ്കിൽ മോഡ് 0യും, 11 ആണെങ്കിൽ മോഡ് 1ഉം, 1x D6ന് 1ഉം, ഇനി D5ൽ 0 അല്ലെങ്കിൽ 1 നോ പ്രോബ്ലം. D6 1 ആകുമ്പോൾ നമ്മുടെ മോഡ് സെലക്ഷൻ മോഡ് 2യിലേക്കാണ് പോകുന്നത്. ഇനി പോർട്ട് എ D4 4th ബിറ്റാണ്. അത് പോർട്ട് എ ഇൻപുട്ട് ആവണോ അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യണം അത് ഡിസൈഡ് ചെയ്യുന്നതാണ് 4th ബിറ്റ്, നോട്ട് 4th ബിറ്റ്. D4 ആക്ച്വലി ഈ സൈഡ് നോക്കുമ്പോൾ 5th ബിറ്റാണ്. അവിടെ 1 ആണെങ്കിൽ ഇൻപുട്ടായിട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ടായിട്ടുമാണ് പോർട്ട് എ ചേഞ്ച് ആവുന്നത്. സോ അവിടെ 1 കൊടുക്കുമ്പോൾ പോർട്ട് എ 1 ആയി, അവിടെ 0 കൊടുത്താൽ പോർട്ട് എ ഔട്ട്പുട്ടായി. ക്ലിയർ. നെക്സ്റ്റ് D3ൽ ഇത് പോർട്ട് സിയുടെ അപ്പർ പാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. സോ PC4 to PC7 ആ പോർട്ട് 1 അവിടെ D3ൽ 1 ആണെങ്കിൽ അത് ഇൻപുട്ടായിട്ട് ആക്ട് ആവും, അതേമാതിരി 0 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ടായിട്ട് ആക്ട് ആവും. D2ൽ മോഡ് സെലക്ഷനാണ്. വീണ്ടും 0 കൊടുത്താൽ മോഡ് 0യും 1 കൊടുക്കുമ്പോൾ മോഡ് 1ഉം. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും ആണ് ടോപ്പിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രം ഡിസ്കസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് എ കൺട്രോൾ ചെയ്യുന്നത് പോർട്ട് എയും പോർട്ട് സിയുടെ അപ്പർ പാർട്ടും, അതേമാതിരി ഗ്രൂപ്പ് ബി കൺട്രോൾ ചെയ്യുന്നത് പോർട്ട് ബിയും പോർട്ട് സിയുടെ ലോവർ പാർട്ടുമാണ്. സോ ഗ്രൂപ്പ് എ ഓപ്പറേറ്റ് ചെയ്യുന്നത് മോഡ് 0, മോഡ് 1, മോഡ് 2. ബട്ട് ഗ്രൂപ്പ് ബി ഓപ്പറേറ്റ് ചെയ്യുന്നത് മോഡ് 0, മോഡ് 1. ഈ രണ്ട് ഇതിൽ മാത്രമേ ഗ്രൂപ്പ് ബി ആക്ട് ആവും. ഒരു മോഡില്ല, മോഡ് 2 എന്ന് പറയുന്ന ഓപ്പറേഷൻ ഗ്രൂപ്പ് ബിയിൽ ചെയ്യാൻ സാധിക്കില്ല. സോ ഇവിടെ ഈ D2 എന്ന് പറയുന്ന ബിറ്റ് 0 ആണെങ്കിൽ മോഡ് 0 ആയിട്ടും 1 ആകുമ്പോൾ മോഡ് 1 ആയിട്ടാണ് ഗ്രൂപ്പ് ബി ആക്ട് ആവുന്നത്. ഗ്രൂപ്പ് ബി കൺട്രോൾ ചെയ്യുന്ന പോർട്ട് ബിയും പോർട്ട് സിയും ഇൻപുട്ട് ആവണം ഔട്ട്പുട്ട് ആവണം. സോ ഗ്രൂപ്പ് ബി പോർട്ട് ബി 1 കൊടുത്താൽ D1ൽ 1 വന്നാൽ പോർട്ട് ബി ഇൻപുട്ടായി, അവിടെ 0 കൊടുത്താൽ ഔട്ട്പുട്ടായി. അതേമാതിരി D0ൽ നമ്മൾ 0 കൊടുക്കുമ്പോൾ പോർട്ട് സിയുടെ ലോവർ പാർട്ട് ഔട്ട്പുട്ട് ആവും, അവിടെ 1 കൊടുത്താൽ പോർട്ട് സിയുടെ ലോവർ പാർട്ട് ഇൻപുട്ടായിട്ട് ആക്ട് ആവും. സോ ഇതാണ് ഈ കൺട്രോൾ വേർഡ് നമ്മൾ മൈക്രോ കൺട്രോളറിന് നമ്മൾ 8255ലേക്ക് സെൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഏത് 10 കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നു ആ കോമ്പിനേഷനിലാണ് ആ പോർട്ട് എ ബി സി ഇൻപുട്ട് ആവണോ ഔട്ട്പുട്ട് ആവണോ അല്ലെങ്കിൽ ഏത് മോഡിലാണത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അതാണ് ഈ കൺട്രോൾ വേർഡിൽ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അത് മൈക്രോ കൺട്രോളിൻ്റെ ഏതെങ്കിലും പോർട്ടിനാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്.
ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ പോയിൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് പോർട്ട് ഏത് ഇൻപുട്ട് ആവണോ ഔട്ട്പുട്ട് ആവണോ അതിനാണ് ആ ബിറ്റ് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ രണ്ട് പാർട്ടാണ് അതിലുള്ളത്. ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ. റൈറ്റ് കൺട്രോൾ വേർഡ് ടു ഓപ്പറേറ്റ് ദ 8255 ഇൻ സിമ്പിൾ, അത് ഒരു ഗ്യാപ്പ് കൂടുതൽ, ഇൻ സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് 1 അല്ല, ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ് വിത്ത് ഓൾ പോർട്ട്സ് ആസ് ഔട്ട്പുട്ട് പോർട്ട്. എല്ലാ പോർട്ടും ഔട്ട്പുട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ മോഡ് ഏതെന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. അപ്പോൾ 8255 രണ്ട് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡും രണ്ടാമത്തത് BSR മോഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ് സെലക്ട് ചെയ്യണം. പിന്നെ എല്ലാ പോർട്ടും ഔട്ട്പുട്ടായിട്ട്. സോ നമ്മുടെ കൺട്രോൾ വേർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇവിടെ മോഡ് സെലക്ട് ചെയ്യേണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. അപ്പോൾ D7 പറയുന്നത് 1 ആയിരിക്കണം. അതേമാതിരി എല്ലാ പോർട്ടും ഔട്ട്പുട്ട് പോർട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിത്ത് ഓൾ പോർട്ട്സ് ആസ് ഔട്ട്പുട്ട് പോർട്ട്. ഔട്ട്പുട്ട് പോർട്ടും പറയുമ്പോൾ പോർട്ട് എ ഔട്ട്പുട്ട് ആണെങ്കിൽ D4 പറയുന്നത് 0 ആയിരിക്കണം. അതേമാതിരി പോർട്ട് സി ഔട്ട്പുട്ട് അപ്പർ പാർട്ട് ഔട്ട്പുട്ട് ആണെങ്കിൽ അവിടെയും 0 ആയിരിക്കണം. പോർട്ട് ബി ഔട്ട്പുട്ട് ആവണമെങ്കിൽ അവിടെയും 0 ആയിരിക്കണം. പോർട്ട് സി ലോവർ ഔട്ട്പുട്ട് ആവണമെങ്കിൽ അവിടെയും 0 ആയിരിക്കണം. ഇനി അതിൻ്റെ മോഡ് സെലക്ട് ചെയ്യണം. ഏത് മോഡിലാണ് നമുക്ക് വർക്ക് ചെയ്യണം പറഞ്ഞത്. ഇവിടെ മോഡ് ഒന്നും പറയാത്തതുകൊണ്ട് ഏത് മോഡ് മോഡ് 0 ആണോ മോഡ് 1 ആണോ മോഡ് 2 ആണോ എന്ന് പറയാത്തതുകൊണ്ട് നമുക്ക് മോഡ് എന്ത് യൂസ് ചെയ്യുക, മോഡ് 0 തന്നെ സെലക്ട് ചെയ്യുക. D6 D5 0 ചെയ്യുമ്പോൾ മോഡ് 0 ആവും. അതേമാതിരി ബി ഗ്രൂപ്പും മോഡ് 0, രണ്ടും മോഡ് 0 എല്ലാം വർക്ക് ചെയ്യുമ്പോൾ അവിടെയും 0 ഇട്ടാൽ അത് മോഡ് 0 ആയി. സോ ഇവിടെ തന്നെ ആസ് സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. അപ്പോൾ എന്താണ് D7 1 ആയിരിക്കണം. D7 1 ആയാലേ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡായി. അഗെയിൻ ആസ് ഓൾ ദ പോർട്ട്സ് ആർ ടു ബി പ്രോഗ്രാം ആസ് ഔട്ട്പുട്ട് പോർട്ട് ആൻഡ് ഇൻ സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. സോ ഗ്രൂപ്പ് എയിൽ വരുന്ന ഗ്രൂപ്പ് എ പോർട്ട്സ് ഇൻ സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. സോ എന്തായിരിക്കണം, എല്ലാ പോർട്ടും സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ആകുമ്പോൾ നമുക്ക് D6ഉം D5ഉം 0 ഇടാം. അതേമാതിരി ഗ്രൂപ്പ് എ ഔട്ട്പുട്ട് ആകുമ്പോൾ D4ഉം D3ഉം 0. ഗ്രൂപ്പ് ബിയുടെ പോർട്ട് സിമ്പിൾ ഔട്ട്പുട്ട് മോഡ് ആകുമ്പോൾ D2 0 ആവണം. 0 മോഡ് 0 ആണ്. അഗെയിൻ ഗ്രൂപ്പ് ബി പോർട്ട് ഇൻ ഔട്ട്പുട്ട് ആകുമ്പോൾ D1 0 ആവണം, D0 0 ആവണം. സോ നമ്മുടെ കൺട്രോൾ വേർഡ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് ഇതാണ് 1 0 0 0 0 0 0 0. സോ ഈ 4 ബിറ്റ് പറയുമ്പോൾ 1 0 0 0 8 ആണ്. അഗെയിൻ 0 0 0 0 ആണ്. സോ ഹെക്സാ ഡെസിമൽ വരുമ്പോൾ 80 നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ആ പോർട്ടിൽ നമ്മൾ 8255 കണക്ട് ചെയ്ത പോർട്ട് മൈക്രോ കൺട്രോളർ കണക്ട് ചെയ്ത പോർട്ടിൽ നമ്മൾ കൺട്രോൾ വേർഡായിട്ട് 80 സെൻഡ് ചെയ്യുമ്പോൾ 8255 ICയുടെ എല്ലാ പോർട്ടും ഔട്ട്പുട്ട് പോർട്ടായി മാറി. ഇനി 8255 ഏത് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ അത് സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അതിൻ്റെ പോർട്ടും ഏത് മോഡിലാണ് അതിൻ്റെ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാം മോഡ് 0 ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഈ എക്സാമ്പിളിലെ ഡിസ്കഷൻ.